ഒരു ബന്ധമില്ലാത്തൊരു കാര്യമല്ലേ. പക്ഷെ നിങ്ങൾക്ക് അതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിനെ പൂർണ്ണമായും നിങ്ങൾക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അത് രണ്ടും. ഭയങ്കര നോയ്സ് വരുന്ന കാരണം വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ലല്ലോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. സംസാരിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ ചോദിക്കാം. PCOD ഉള്ള ഒരു 13 വയസ്സുകാരിയും അതേപോലെ ഒരു 65 വയസ്സുള്ള ഒരു ഷുഗർ രോഗി ഒരു വ്യക്തി, ഇവർക്ക് രണ്ടുപേർക്കും ഒരേ രോഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അല്ല. അത് രണ്ടും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധവും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണോ? അതെ. ഓക്കെ, അപ്പൊ അതില് വളരെ വലിയൊരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ശരിക്കും അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു രോഗത്തെ നിങ്ങൾ മാറ്റിയെടുക്കാൻ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ് അതിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള രോഗങ്ങളാണ് ഡയബറ്റീസ് എന്ന് പറയുന്നതും ഫാറ്റി ലിവർ എന്ന് പറയുന്നതും ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോൾ എന്ന് പറയാറില്ലേ, ഹൈപ്പർ ട്രൈഗ്ലിസറിഡീമിയ എന്നാണ് ശരിക്കും അതിനെ പറയേണ്ടത്. കാരണം അത് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരു വേഗ് ടേമാണ്. പിന്നെ PCOD എന്ന് പറയുന്നതും അതേപോലെ പൊണ്ണത്തടി എന്ന് പറയുന്നതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമായി ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകൾക്ക് ഇതിലേതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ ആയിട്ടുള്ള രോഗങ്ങൾ കാണപ്പെടാം. ഇതിൽ കാണുന്ന രോഗങ്ങളുള്ള ആരെങ്കിലും ഉണ്ടോ? ഒബീസിറ്റി എന്തായാലും കറക്റ്റ്, ഒബീസിറ്റി എല്ലാവരും അതിന് തന്നെയാണ് ഇവിടെ ചേർന്നിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കൂടെ വരുന്നത് PCOD ഉള്ളതുണ്ട്. ഷുഗർ ഉള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഫാറ്റി ലിവർ ഉള്ളവര്, പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവരുണ്ടോ? ഉണ്ട്. കൊളസ്ട്രോൾ കൂടുതലായിട്ടുള്ളവരുണ്ടോ? അപ്പോ ഇതിനൊക്കെ നമുക്ക് സിമ്പിളായി നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ആരെ നോക്കിയാൽ മതി? ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിനെ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും ചുരുക്കം പേർക്ക് മറ്റുള്ള ഡയറ്റ് ചാർട്ടുകൾ കൊടുക്കാറുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയറ്റ് ചാർട്ട് തന്നെയാണ് കൊടുക്കാറുള്ളത്, അല്ലെ? മോസ്റ്റ്ലി നിങ്ങളൊക്കെ അതല്ല ഫോളോ ചെയ്യുന്നത്? അപ്പോ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയോ എന്താണെന്ന്? ഞാൻ മുന്നേ പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടോ ആരെങ്കിലും? അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് അറിയോ? ഇല്ല. ഓക്കെ, അപ്പോ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. ഇൻസുലിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയില്ലേ? ഇൻസുലിൻ അറിയാം. ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഒരൊറ്റ കാര്യം നമ്മുടെ ശരീരത്തിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരൊറ്റ കാര്യം. അത് രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരൊറ്റ കാര്യം എന്താണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇൻസുലിന്റെ സോൾ പേർപ്പസ്, അത് ഏറ്റവും മെയിൻ ആയി ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നുള്ളത് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഷുഗറിനെ കൺട്രോൾ ചെയ്യുക, ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ. വളരെ നന്നായിട്ട് പറഞ്ഞു. രക്തത്തിൽ ഷുഗർ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? രക്തത്തിൽ ഷുഗർ ഉണ്ടാവും. ഇത് ചെയ്യുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ഷുഗറിനെ പിടിച്ച് ഒന്നുകിൽ ഊർജമാക്കിയിട്ട് മാറ്റും, എനർജി. നമുക്ക് ചിരിക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഉള്ള അവയവങ്ങളൊക്കെ വർക്ക് ചെയ്യാനുള്ള എനർജി, ഇലക്ട്രിസിറ്റി, ഈ കറന്റ് കൊടുക്കുന്ന പോലെ. ഒന്നുകിൽ ആ ഷുഗറിനെ എനർജി ആക്കി മാറ്റും, അതല്ലെങ്കിൽ ഈ ഷുഗറിനെ പിടിച്ച് കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്ത് വെക്കും. നാളത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊഴുപ്പായി സൂക്ഷിച്ചു വെക്കും. മനസ്സിലായോ? ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിന്റെ ഉദ്ദേശം ഒന്നുള്ളൂ, അത് ചെയ്യുന്നത് രണ്ട് വിധത്തിലാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ പറഞ്ഞു ഉദ്ദേശം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നും ഷുഗറിനെ മാറ്റി കളയാനാണ്, അല്ലെ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഈ ഷുഗറിനെ മാറ്റി വെക്കുന്നത് രക്തത്തിൽ നിന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ഷുഗറിനെ എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്നത്? പറഞ്ഞോളൂ. തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. നമ്മള് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസുലിന്റെ ഉൽപാദനം അതിന്റെ ഉൽപാദനത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാക്കും. അതൊരു നല്ല 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 ആൻസർ ആണ്. പക്ഷെ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ, ഒന്നുകൂടി സ്പെസിഫിക് ആവാൻ നോക്കൂ. അത് ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കും അല്ലെ? വളരെ നല്ല ആൻസർ ആണ്, വളരെ നല്ല ആൻസർ ആണ്. ഇത്രയേ ഉള്ളൂ, നമ്മൾ ആലോചിക്കാനുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ്, ഷുഗർ രോഗികളെ കാണാത്ത ആരും ഉണ്ടാവില്ല ഇവിടെ. ഒന്നുകിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലുണ്ടാകും. അപ്പോൾ ഷുഗർ ഉണ്ടായി കഴിഞ്ഞാൽ ഇവരുടെ കണ്ണിനെ ബാധിക്കും, അല്ലെങ്കിൽ കിഡ്നിയെ ബാധിക്കും, അല്ലെങ്കിൽ ഞരമ്പുകളെ ബാധിച്ച് മുറിവ് വന്ന് ഇൻഫെക്ഷൻ ആയി കയ്യും കാലൊക്കെ മുറിച്ചു വെക്കേണ്ട ഒക്കെ ഒരു അവസ്ഥ വരാറുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഈ പിന്നെ ഡയബറ്റിക് ന്യൂറോപ്പതി, അല്ലെങ്കിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ രക്തത്തിലുള്ള ഷുഗർ ഇതിനൊക്കെ ഡാമേജ് ചെയ്യുന്നതല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്? ആണോ അല്ലേ? രക്തത്തിൽ ഷുഗർ ഉണ്ടെങ്കിൽ രക്തം എവിടെയൊക്കെ എത്തുന്നുണ്ടോ, രക്തം എല്ലായിടത്തും എത്തുന്നുണ്ട്. അപ്പോ അതിനുള്ളിൽ ഷുഗർ ഉണ്ടെങ്കിൽ രക്തം എത്തുന്ന സ്ഥലത്തൊക്കെ ഈ ഷുഗർ നശിപ്പിക്കും, ഈ ഷുഗർ ഡാമേജ് ഉണ്ടാക്കും, അല്ലേ? ഇതിലാർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എല്ലാവരും കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളുമാണ്, അറിയുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ടാവില്ലേ? ഒന്നെങ്കിൽ തൊട്ടടുത്ത് നിന്നുള്ള ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റന്റ് ഫാമിലി ആണെങ്കിലും ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടും കണ്ടിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? അപ്പൊ ഷുഗർ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രയാസമുള്ള കാര്യമാണ് നമ്മുടെ ശരീരത്തിന്, അല്ലേ? ഇത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ രീതിയിലൂടെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഇപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം ഷുഗർ നമുക്ക് എനർജി തരുന്നില്ലേ എന്നുള്ള ഒരു നല്ല കാര്യമാണ് അതിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അതിനെ മറ്റൊരു ആംഗിളിലൂടെ നമ്മൾ നോക്കാൻ തുടങ്ങണം. കാരണം ശരീരത്തിൽ ഷുഗർ വന്നതിന് ശേഷം ഷുഗർ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാതിരിക്കാൻ പെട്ടെന്ന് നമ്മുടെ ശരീരം വെപ്രാളത്തിൽ അതിനെടുത്ത് എനർജി ആക്കുന്നതാണ് ഈ എനർജി. അതിൽ നമ്മൾ സന്തോഷിക്കേണ്ട കാര്യമല്ല. ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇനി മുതല് ഈ ഒരു രീതിയിലൂടെ നമ്മൾ അതിനെ കാണണം. ഓക്കെ? അപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ നമുക്ക് എനർജി തരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ വലിയൊരു രീതിയിൽ കാണാൻ പാടില്ല. നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാതിരിക്കാൻ നമ്മുടെ ശരീരം എത്രയും പെട്ടെന്ന് അതിനെ എടുത്തിട്ട് പുറത്തള്ളുന്നതാണ് ഈ എനർജി ആയി മാറുന്നത്. ഓക്കെ? ഇനി അങ്ങനെ അത്രമാത്രം എനർജി ആവശ്യം വരുന്നില്ല. ഇപ്പൊ എൻ്റെ ഒരു ലൈൻ ഓഫ് വർക്ക്, ഞാൻ എപ്പോഴും ഇരിക്കുകയാണ്, ഞാൻ എപ്പോഴും ഫോണിൽ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ കൺസൾട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എനിക്ക് കൂടുതൽ എനർജിയുടെ ഉപയോഗം വരുന്നില്ല, ഞാൻ ഓടുന്നില്ല, ചാടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ശരീരത്തിന് അത്രയും എനർജി കിട്ടുന്നില്ല. പക്ഷെ ഞാൻ അത്രയും എനർജി തരുന്ന ഈ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ശരീരം എന്താണ് പിന്നെന്താണ് ചെയ്യുക? സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ സ്റ്റോർ ചെയ്ത് വെക്കുന്നതില് വരുന്ന പാളിച്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഞാനിപ്പോ കാണിച്ചു തരാം. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയും, മറ്റൊന്ന് വിസറൽ ഫാറ്റ് എന്ന് പറയും. ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലോ തൊടയിലോ അല്ലെങ്കിൽ ബട്ടക്സിലോ ഒക്കെ ഉള്ള കുറച്ച് സെൽസ് ഉണ്ട്. അവിടെയൊക്കെ കൊഴുപ്പ് അടക്കി വെക്കാൻ വേണ്ടി നമ്മുടെ ശരീരം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? അതേസമയം വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്
നമ്മുടെ ആന്തരികാവയവങ്ങളാണ് വിസറ എന്ന് പറയുന്നത്. ഈ ആന്തരികാവയവങ്ങളുടെ ഉള്ളിൽ കൊഴുപ്പ് നിറഞ്ഞു കിടക്കുകയാണെങ്കിലാണ് അതിനെ വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ കരൾ എന്ന് പറയുന്നത് അതിന് വേറെ എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഫുഡിനെ മെറ്റബോളൈസ് ചെയ്യുക, അതിനെ എനർജി ആക്കി മാറ്റാനും, അല്ലെങ്കിൽ മറ്റുള്ള ഹോർമോൺസിന് ഉണ്ടാക്കാനും, മറ്റുള്ള എൻസൈംസ് ഉണ്ടാക്കാനും, അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കരളിനുള്ളത്. ഈ കരളിന്റെ ബാധ്യത അല്ല എന്ത്? കൊഴുപ്പ് ശേഖരിച്ച് വെക്കാൻ കരളിന് പറ്റില്ല. അതിന്റെ ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഇത്. അപ്പോ അതിനുള്ളിൽ പോയിട്ട് കൊഴുപ്പ് ശേഖരിച്ച് വെക്കുന്ന സമയത്ത്, വിസറൽ ഫാറ്റ് ആയി മാറുന്ന സമയത്ത് ഈ ലിവറിന് ഉണ്ടാകുന്ന ഒരു നീർക്കെട്ട്, ഒരു വീക്കമാണ് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരം സ്റ്റോർ ചെയ്യാൻ വേണ്ടി സബ്ക്യൂട്ടേനിയസിലോട്ട് പോകാതെ, അഡിപ്പോസൈറ്റ്സിലോട്ട് പോകാതെ എന്തുകൊണ്ട് നമ്മുടെ ആന്തരികാവയവങ്ങളിലോട്ട് പോകുന്നു? നമ്മുടെ ലിവർ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ അണ്ടാശയം, ഓവറീസ് പോലെയുള്ള, ലേഡീസിൽ യൂട്രസ് അല്ലെ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ്, പാൻക്രിയാസ് തൊട്ട് ഈ ഇതുപോലെയുള്ള ആന്തരികാവയവങ്ങളുടെ ഉള്ളിൽ എന്തുകൊണ്ട് ഈ കൊഴുപ്പ് പോയിട്ട് ചേരുന്നു എന്ന ചോദ്യത്തിന് ഞാൻ പറയാനുള്ള ഒരു ഉത്തരം, ഞാൻ നിങ്ങളൊന്നും പറയുന്നില്ല, ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ പണ്ട് ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു സ്കൂൾ ഡേയ്സിലൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും, ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് കഴിക്കും. ഇപ്പൊ ഒരു പ്ലേറ്റ് ഒരു 4 5 കയ്യില് പിന്നെ ചോറെടുത്ത് അത് ഫുള്ളായി കഴിച്ച് പിന്നെയും ഒരു പ്ലേറ്റ് ഒക്കെ ചിലപ്പോൾ കഴിച്ചേരുന്ന കാലമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഉണ്ടായിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെ ചോറ് കഴിച്ചേരുന്ന കാലങ്ങളുണ്ടോ? ഉണ്ട്. ഇതുപോലെ ബൾക്കായിട്ട് ഷുഗർ ഉള്ളിൽ, ഇപ്പോ ചോറ് എന്ന് പറയുന്നത് 80% എന്താണ്? 80% ഉള്ളിൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്, ഷുഗർ തന്നെയാണ്. ഈ കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് കയറുന്നത്. ഇത്രയും ബൾക്കായിട്ട്, വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ ഇത്രയും ബൾക്കായിട്ട് കയറുന്ന സമയത്ത് നമ്മുടെ ശരീരം വെപ്രാളപ്പെടാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വെപ്രാളപ്പെടുന്നത്? ഷുഗർ ലെവൽ കൂടുന്നതുകൊണ്ട്. നമ്മൾ മുന്നേ പറഞ്ഞ ഒരു കാര്യമാണ്, ഷുഗർ, ഒരു തരി ഷുഗർ വന്നാലും നമ്മുടെ ശരീരത്തിന് അത് പേടിയാണ്. കാരണം ഇതിന്റെ ഡാമേജ് എത്രയാണെന്നുള്ളത് അറിയാം. അപ്പൊ ഇത്രയും അധികം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതിനെ ബ്ലഡിൽ നിന്ന് മാറ്റണം, എങ്ങനെയെങ്കിലും രക്തത്തിൽ നിന്ന് മാറ്റണം. അതാണ് ഫസ്റ്റ് തോട്ട് പോകുന്നത്. അപ്പോ തൊട്ടടുത്തുള്ള വയറും ഇൻറ്റസ്റ്റൈനും തൊട്ടടുത്തുള്ളത് ആരാണ്? എന്താണുള്ളത്? ലിവർ. നമ്മുടെ ലിവറും ഓർഗൻസ്, യൂട്രസ്, ഓവറീസ് ഒക്കെയാണ് ഉള്ളത്. അപ്പൊ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു പ്രാവശ്യം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, ഇതുപോലെ വിസറൽ ഫാറ്റ് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ആന്തരികാവയവങ്ങളിൽ കൊഴുപ്പ് ചേർന്ന് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് എന്തുണ്ടാവും? ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും. ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് നീർക്കെട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ പറഞ്ഞുതരാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കണ്ട, നമ്മൾ പറഞ്ഞു കൊഴുപ്പ് ശേഖരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ? ഓർമ്മയുണ്ടോ? അപ്പോ അതിന്റെ അവിടെയുള്ള ഈ അഡിപ്പോസൈറ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോ അതിനുള്ളില് കൊഴുപ്പ് ശേഖരിക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആയിട്ട് ശേഖരിച്ച് വെച്ചേക്കുന്നത് കണ്ടോ? ആ ഉള്ളിലുള്ള ന്യൂക്ലിയസിനൊന്നും വലിയ പ്രഷർ ഒന്നുമില്ല. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഉണ്ട്. സെന്ററിലുള്ള സാധനം അവിടെ ഉണ്ട്. അതിന് ചുറ്റും ക്ലീൻ ആയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? കാണുന്നുണ്ടല്ലോ? അതേ സമയം നമ്മുടെ കരളിന്റെ ഒരു കോശമാണ് ഇതെന്ന് വിചാരിക്കുക. ഈ വിസറൽ സെല്ലാന്ന് വിചാരിക്കാം. അപ്പോ അതിനുള്ളില് കൊഴുപ്പ് ശേഖരിക്കുന്ന സമയത്ത് അത് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അതിന് ശേഖരിച്ച് വെക്കാനും അറിയില്ല.
അപ്പോൾ ഇതിനുള്ളിൽ കൊഴുപ്പ് ചേരുന്ന സമയത്ത് ഈ ന്യൂക്ലിയസിന് ഒരു പ്രഷർ വരുന്നുണ്ട്, ഒരു സ്ട്രെസ് വരുന്നുണ്ട്. ആ സ്ട്രെസ് കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിന് അത് അറിയിക്കും, എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട്, എന്നെ ആരോ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്ന് പറയും ശരീരത്തിനോട്. അപ്പൊ ശരീരം എന്ത് ചെയ്യും? ശരീരം ഉടനെ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഭടന്മാരെ അങ്ങോട്ട് അയക്കും, നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ കോശങ്ങളെ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഈ രോഗപ്രതിരോധ കോശങ്ങൾ പക്ഷേ ഇവർക്ക് ഒരു കാര്യം മാത്രമാണ് അവിടെ ചെയ്യാൻ അറിയുള്ളൂ. നമ്മുടെ ഭടന്മാർക്ക് അവിടെ ബോംബ് ഇടാനും വെടിവെക്കാനും മാത്രമേ അറിയുള്ളൂ, അല്ലാതെ അവിടെ പരിഹരിക്കാൻ അറിയില്ല. അങ്ങോട്ട് വരും, ബോംബിടും, വെടിവെക്കും. ഇതെന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ മറ്റൊരു കാര്യം, ഒരു കൊറോണ വൈറസ് ആയിരുന്നു വന്നിരുന്നതെങ്കിൽ അതിനെതിരെ നമ്മുടെ ഭടന്മാര് പോയിട്ട് ബോംബിട്ടാലും വെടിവെച്ചാലും അതൊരു സക്സസ്ഫുൾ കാര്യമല്ലേ, നല്ല കാര്യമല്ലേ? അതിനൊരു സൊല്യൂഷൻ കിട്ടും അല്ലെ, അതിനൊരു പരിഹാരമാവും. പക്ഷെ ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് ഒരു ജീവനുള്ള കാര്യമാണോ? അല്ല. ആ കൊഴുപ്പിനെ നമ്മൾ വെടിവെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ബോംബിട്ടിട്ടോ കാര്യമുണ്ടോ? ഇല്ല. കാര്യമില്ലെങ്കിൽ കൂടെ നടക്കുന്നത് അതാണ്, അവിടെ അതാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ അപ്പൊ അവിടെ അങ്ങനെ ബോംബ് ഇടുമ്പോഴും ഇതൊക്കെ നമ്മുടെ ശരീരം തന്നെ ചെയ്യുന്നതാണ്. ഈ സൈറ്റോകൈൻസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ട്യൂമർ നെക്രോസിംഗ് ഫാക്ടർ എന്ന് പറയുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാരക കെമിക്കലുകളാണ്. ഇതൊക്കെ മറ്റുള്ള വല്ലതും നമ്മുടെ ശരീരത്തിലോട്ട് വന്നാൽ അതിനൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന വലിയ വലിയ ബോംബുകളാണ്. പക്ഷെ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ എപ്പോഴും ഇത് വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ആരെയാണ് ഡാമേജ് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം ഓർഗൻസിനെ. കറക്റ്റ്, നല്ല ആൻസർ. അപ്പൊ നമ്മുടെ സ്വന്തം ഓർഗൻസിനെയാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഡാമേജ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻസുലിൻ റിസപ്റ്റർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാല് ഓരോ കോശങ്ങൾക്കും ഒരു ഡോർ ഉണ്ടാവും. ഒരു പൂട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ. ഇതൊരു ഡോറാണെന്ന് വിചാരിക്കുക, ഇത് പൂട്ടി കിടക്കണമെന്ന് വിചാരിക്കാം. ഇതിന്റെ പേര് ഇൻസുലിൻ റിസപ്റ്റർ എന്നാണ്. അപ്പോൾ ഇൻസുലിൻ വരും, ഇൻസുലിൻ വന്ന് ഇതിനെ തുറക്കും. ഇതിനെ തുറന്നതിന് ശേഷം ഇൻസുലിൻ എന്ത് ചെയ്യും? ഇൻസുലിൻ പതുക്കെ ഒരു ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിനെ എടുത്ത് ഉള്ളിലോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. അങ്ങനെ ഇൻസുലിൻ ഇതിനെ തുറന്ന് ഷുഗറിനെ ഉള്ളിലോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഷുഗറിന് എന്താവാൻ പറ്റുള്ളൂ? എനർജി ആവാൻ പറ്റുള്ളൂ. ഇതെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഭടന്മാര് ഇവിടെ ഉണ്ടാക്കുന്ന ഡാമേജ് കാരണം, ഈ നീർക്കെട്ട് കാരണം, ഇൻഫ്ലമേഷൻസ് കാരണം എന്ത് ഡാമേജ് ആയി പോയി? ഈ ഡോറിന്റെ പൂട്ട് ഡാമേജ് ആയി പോയി. അതുകൊണ്ട് ഇൻസുലിൻ ഇത് തുറക്കാൻ പറ്റുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇൻസുലിൻ ഇത് തുറക്കാൻ പറ്റുന്നില്ല. തുറക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഷുഗറിനെ എടുത്ത് എനർജി ആക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകിൽ എനർജി ആക്കണം, അതല്ലെങ്കിൽ കൊഴുപ്പാക്കി മാറ്റി വെക്കണം, ശേഖരിച്ചു വെക്കണം, അല്ലേ? പക്ഷെ എന്തായാലും രക്തത്തിന്റെ ഉള്ളിൽ ആരുണ്ടാവാൻ പാടില്ല? ഷുഗർ ഉണ്ടാവാൻ പാടില്ല. അപ്പോ ഈ ഓപ്ഷൻ കഴിഞ്ഞു. ഈ ഒരു എനർജി ആക്കാനുള്ള ഓപ്ഷൻ ഇനി ഇല്ല. കാരണം എന്ത് പറ്റി? നമ്മളെ ഡാമേജ് കാരണം റിസപ്റ്റർ ഡാമേജ് ആയി. അതിന്റെ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഇൻസുലിന്റെ റിസപ്റ്റർ ഡാമേജ് ആവുന്നതാണ്. അപ്പോൾ ആ ഓപ്ഷൻ മാറി. ഇപ്പോ ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഈ ഓപ്ഷൻ എന്താണ്? കൊഴുപ്പാക്കി മാറ്റാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് ഒരിക്കൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൊഴുപ്പ് അല്ലെങ്കിൽ വണ്ണം വെക്കുന്നത് പെട്ടെന്നായിരിക്കും, വളരെ ഈസി ആയിട്ടും നടക്കും. അതേപോലെ ഈ പറയുന്ന അസുഖങ്ങളൊക്കെ ഡബിൾ ഫോൾഡില് ഫാസ്റ്റർ ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഈ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ?
യെസ് സർ. ആ സർ മനസ്സിലായി മനസ്സിലായി. മനസ്സിലായി. ചില ഡയബറ്റിക് പേഷ്യൻസ് ഭയങ്കര ക്ഷീണിച്ച പോലെ കാണാറില്ലേ? അതിലോട്ട് ഞാനിപ്പോ വരാം. അപ്പോ നിങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇത് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കൊഴുപ്പൊക്കെ ശേഖരിക്കുന്നത് ലിവറിലാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്ത് രോഗമായിട്ട് പറയാം? ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ. ഇനി ഈ കൊഴുപ്പൊക്കെ അടിയുന്നത് നമ്മുടെ ഓവറീസിനുള്ളിലാണെങ്കിൽ ചിലവർക്ക് അങ്ങനെയാണ്, ചിലവർക്ക് ഇങ്ങനെയാണ്. അത് ജനറ്റിക് ആയിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്താം. നമുക്കത് ആർക്ക് എങ്ങനെ നടക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഫാമിലി ഹിസ്റ്ററിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ ഒരു കണക്ക് വരെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. അപ്പോൾ ചിലവർക്ക് അത് ഓവറീസിനുള്ളിലാണ് പോകുന്നത്, ഇങ്ങനെ കൊഴുപ്പ് അട്ടിക്കെടുക്കുന്നത്. അവിടെ നിന്നുള്ള ഇൻഫ്ലമേഷൻസ് കാരണം അബ്നോർമാലിറ്റീസ് വരുന്നുണ്ട്. ഹോർമോണുകൾ ഉൽപാദനം ചിലപ്പോൾ അബ്നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ സിസ്റ്റുകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ കൊപ്പള പോലെ വരുന്നുണ്ട് അവിടെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു രോഗത്തിന് പറയുന്ന പേരെന്താണ്? അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ഇതൊക്കെ ഈ പറയുന്ന ആന്തരിക അവയവങ്ങളൊക്കെ ഫില്ലായി കഴിഞ്ഞു. ഇനി ഇതില് എന്ത് ചേർക്കാൻ പറ്റുന്നില്ല? കൊഴുപ്പാക്കി മാറ്റാൻ പറ്റുന്നില്ല. അപ്പോ രക്തത്തിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാനും പറ്റുന്നില്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നത് കാരണം കൊണ്ട് ഇത് എനർജി ആക്കാനും പറ്റുന്നില്ല ഷുഗറിന്. അപ്പൊ രക്തത്തിന്റെ ഉള്ളിൽ ഷുഗർ കെട്ടിക്കെട്ടുന്നു. അപ്പൊ ആ രോഗത്തിന് എന്ത് പറയും? ഡയബറ്റിസ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും സിമ്പിൾ ആണ് ഈ ഒരു കാര്യം. ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇത്രയും അസുഖങ്ങൾ വരുന്നത്. അതെ, അതുകൊണ്ടാണ് ഇത്ര. പിന്നെ അതിന്റെ ഇപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന് ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഫാറ്റി ലിവർ കാരണം കൊണ്ട് മറ്റുള്ള പല രോഗങ്ങളും വരും. പക്ഷെ ആ രോഗങ്ങളെ നമുക്ക് മാറ്റണമെങ്കിലും നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ പിടിച്ചാൽ മതി. കാരണം ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഒന്നെങ്കിൽ ഈസ്ട്രോജൻ ഡോമിനൻസ് വരും. ഈസ്ട്രോജൻ ഡോമിനൻസ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ലേഡീസില് താടി വളർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ കൂടുതലായിട്ട് ആക്നി ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബെല്ലി ഫാറ്റ് ഉണ്ടാവും, സ്തനത്തില് പിന്നെ കല്ലപ്പ് ഉണ്ടാകും. അത് പിന്നീട് ഇതിലോട്ട് മാറും, ബ്രസ്റ്റ് ക്യാൻസറിലോട്ടൊക്കെ മാറും. അതേപോലെ പിന്നെ യൂറിക് ആസിഡ് ഹൈ ആയി നിൽക്കും, പിന്നെ തൈറോയിഡ് ഇഷ്യൂസ് ഉണ്ടാകും. ഇതുപോലെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. അപ്പോഴൊക്കെ ഇതിന്റെ ഒരു ഉത്ഭവ കാരണം നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഉത്ഭവം വന്നിട്ടുള്ളത്? ഇൻസുലിൻ അപ്പോ ഇതിനെ നമുക്ക് തടയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. സാർ ഒരു ഡൗട്ട്, യൂട്രസും ഓവറീസും റിമൂവ് ചെയ്ത ഒരു വ്യക്തിക്ക് അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണോ? കാരണം യൂട്രസിലേക്കും ഓവറീസിലേക്കും ഈ കൊഴുപ്പ് അടിയുന്നില്ല, അതുകൊണ്ട് ലിവറിലേക്ക് അത് ശേഖരിച്ച് കൂടി. അങ്ങനെ ആ ഒരു ലോജിക്ക് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആണ്, വളരെ കറക്റ്റ് ആണ്. പക്ഷെ ഇത് സിമ്പിൾ ആണ്. ഇപ്പം നോക്കിയാൽ നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇതുപോലുള്ള നിങ്ങൾ ഫാറ്റ് കഴിച്ചിട്ട് തന്നെയല്ലേ നിങ്ങൾ ഫാറ്റ് കുറക്കുന്നത് അല്ലേ? നിങ്ങൾ മുട്ടയുടെ മഞ്ഞക്കരു കഴിക്കുന്നുണ്ട്, ഇറച്ചിയും മീനും മുട്ടയൊക്കെ കഴിക്കുന്നുണ്ട്, പാലുൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അമിതവണ്ണം നിങ്ങൾക്ക് മാറുന്നില്ലേ? അപ്പോ ഈ അമിതവണ്ണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വന്നതല്ല? എന്ത് കാരണം കൊണ്ട് വന്നതല്ല? അമിതമായി ഫാറ്റ് കഴിക്കുന്നതുകൊണ്ട്. ഫാറ്റ് കഴിച്ചത് കൊണ്ടല്ല വന്നത്, മറ്റെന്ത് കഴിച്ചത് കൊണ്ടാണ് വന്നത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് വെറും നമ്മളൊരു കാര്യം പറയുന്നതല്ല, ഇത് പ്രാക്ടിക്കലായി നിങ്ങൾ ചെയ്തു നോക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണിത്, അല്ലേ? ഇനി അതിന് തടസ്സം നിൽക്കുന്ന മറ്റ് പല കാര്യങ്ങൾ ഉണ്ടാവാം, ഇൻഡൈജഷന് അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസുകൾ. പക്ഷെ അതൊക്കെ നമ്മൾ പിന്നെ അതിനെ നമ്മൾ അറ്റൻഡ് ചെയ്ത് അതിനെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ ഫാറ്റ് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ ഡോക്ടർ ഒരു സംശയം, നമ്മൾ ഈ ഷുഗറിന്റെ കാര്യങ്ങളെല്ലാം തന്നെ, ഈ ഷുഗർ റെസിസ്റ്റൻസ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ആയാൽ തന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ആവില്ലേ? എല്ലാം കൺട്രോൾ ആവും. നമ്മൾ ഈ ഒരു കാര്യം നമുക്ക് ഇതൊന്നും മാറാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ മരുന്നുകൾ എടുത്തിട്ട് പോലും നമ്മൾക്ക് ഒരു അളവിന് മേലെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഫുഡിൽ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. അതുകൊണ്ടാണ് പല ഡോക്ടർമാരും ഈ പിന്നെ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്നൊക്കെ പറയുന്നത് ഒരു മാറാരോഗമാണെന്ന് അതിനെ മുദ്രകുത്തുന്നത് എന്തുകൊണ്ടാണ്? അവർക്കറിയാം, ചിലരോട് പറഞ്ഞു കഴിഞ്ഞാൽ
ഫുഡ് മാറ്റാൻ റെഡിയല്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറയുന്നത്. ഫുഡ് മാറ്റാണ്, കറക്റ്റ് ആയിട്ടുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുകയാണ്, നല്ല വിറ്റമിൻസും മിനറൽസും ഇല്ലാത്തത് ഏതാണെന്ന് നോക്കിയിട്ട് അത് കഴിക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു മാറാരോഗങ്ങളല്ല സത്യം പറഞ്ഞാല്. മനസ്സിലാവുന്നുണ്ടോ? സർ നമുക്ക് കുറെ നാള് കാർബോഹൈഡ്രേറ്റ് ഇല്ലാതിരുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് നോക്കിയ എനിക്ക് ഈ കാണുന്ന ദശ അല്ലെങ്കിൽ ഇറച്ചി മസിൽ എന്നൊക്കെ പറയുന്നത് എന്തിൽ നിന്നാണ് ഉണ്ടായത്? എന്ത് പോഷകം എടുത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്? പ്രോട്ടീനും ഫാറ്റും വെച്ചിട്ടാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇത് കാർബോഹൈഡ്രേറ്റ് ഷുഗർ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്ന്? ഇല്ല. അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് നമുക്കൊരു ബിൽഡിംഗ് ബ്ലോക്ക് അല്ല, നമ്മുടെ ശരീരത്തിന്റെ ഒരു അനിവാര്യ ഘടകം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് എനർജി തരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി തരുന്നുണ്ട്. പക്ഷെ ഇലക്ട്രിസിറ്റി തരാന് നമുക്ക് പ്രോട്ടീനും ഇലക്ട്രിസിറ്റി തരും, ഫാറ്റും നമുക്ക് ഇലക്ട്രിസിറ്റി തരും. ഇത് തരുന്നതിനേക്കാൾ നന്നായിട്ട് ഇത് തരും, മറ്റ് സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഇത് തരും. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് പിന്നെ ഈ ഒരു കാർബോഹൈഡ്രേറ്റ്? ഇനി അഥവാ നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ലിവറിന് ചെറുതായിട്ട് ഗ്ലൂക്കോസിന്റെ ആവശ്യങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനിൽ നിന്ന് തന്നെ ലിവർ ആവശ്യമുള്ളത് എടുത്തോളും. ഈ പ്രോട്ടീനിനെ ട്രാൻസാമിനേസിസ് പ്രോസസ്സിലൂടെ മാറ്റിയിട്ട് രൂപമാറ്റം വരുത്തിയിട്ട് അതിന് ഗ്ലൂക്കോനിയോജെനിസിസ് ചെയ്തിട്ട് പുതിയ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയിട്ട് അതിന് ആവശ്യമുള്ളത് അത് ഉപയോഗിക്കും. ബാക്കിയുള്ളിടത്തൊക്കെ പ്രോട്ടീൻ ആയിട്ട് തന്നെ അതിന് ഉപയോഗിക്കുകയും ചെയ്യും. ഇത് മനസ്സിലാവുന്നുണ്ടോ? ബ്രെയിനിന് എന്താണ് വേണ്ടത്? ആ ചോദ്യം ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അത് വീണ്ടും ചോദിച്ചത്. ബ്രെയിനിന് എനർജിയാണ് വേണ്ടത്. മതി. ഏറ്റവും നല്ല ഒരു പിന്നെ എനർജി എന്ന് പറയുന്നത് കീറ്റോൺസിൽ നിന്ന് ഉണ്ടാകുന്ന എനർജിയാണ്. ഇപ്പൊ കീറ്റോൺസ് എന്ന് പറയുമ്പോൾ ഫാറ്റിൽ നിന്ന് എനർജി ഉണ്ടാവുമ്പോൾ അത് ഫസ്റ്റ് കീറ്റോൺ ബോഡീസ് ആയി മാറിയിട്ടാണ് എന്താകുന്നത്, എനർജി ആവുന്നത്. പലവർക്കും ഈ കീറ്റോൺ എന്ന് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ശരീരത്തില് ഒരു അളവിന് മേലെ പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തിന് ഈ ഒരു കീറ്റോൺസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരും. കീറ്റോസിസ് എന്ന് പറയുന്നത് ഒന്നാണ്, കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് ഒന്നാണ്. നമ്മുടെ ശരീരത്തിന് വളരെ നല്ല അവസ്ഥയാണ് ഈ കീറ്റോസിസ് എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ള ഡാമേജും ഉണ്ടാവില്ല, നമുക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും, നമ്മുടെ പിന്നെ എല്ലാ അവയവങ്ങളും നല്ല എനർജി ആയിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഈ കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്നത് കീറ്റോൺ ബോഡീസ് എനർജി ആയി മാറാതെ ശരീരത്തിൽ കെട്ടിക്കെടുക്കുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പമാണ്. പക്ഷെ അത് വളരെ റെയർ ആണ്. മാത്രമല്ല നമ്മുടെ ശരീരം ചില സമയത്ത് മാത്രമാണ് അത് അങ്ങനെ കെട്ടിക്കെടുക്കുള്ളൂ. അപ്പോൾ വിറ്റമിൻ ഡി കറക്റ്റ് അല്ലെങ്കിൽ തീരെ നമ്മൾക്ക് മഗ്നീഷ്യം അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥ, കുറച്ച് വിറ്റമിൻ അല്ലെങ്കിൽ മിനറൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർഷങ്ങളായിട്ടുള്ള ഷുഗർ രോഗികൾ, അല്ലെങ്കിൽ തീരെ വയ്യാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ, അങ്ങനെയൊക്കെയുള്ള വളരെ റെയർ ആയിട്ടുള്ള കേസുകളിലാണ് ഇതുപോലെ കീറ്റോ അസിഡോസിസ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് പലരും ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിയാത്തത് കൊണ്ടാണ് ഫാറ്റ് നല്ലതല്ല എന്ന് പറയുന്നത്. ഈ ഒരു ഷുഗറിൽ നിന്നുണ്ടാകുന്ന എനർജിയും ഫാറ്റിൽ നിന്നുണ്ടാകുന്ന എനർജിയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഷുഗറിൽ നിന്ന് ഉണ്ടാവുന്ന എനർജി ഒരു 30% മാത്രമാണ് എനർജി ആയി മാറുന്നത്. ബാക്കിയുള്ളത് നമുക്ക് വേസ്റ്റ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാറും. ഫ്രീ റാഡിക്കൽസ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കറക്റ്റ്. ഈ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എനർജി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ നമ്മള് വിറക് കത്തിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വെണ്ണീര് ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ പുകയൊക്കെ ഉണ്ടാവില്ലേ? ഓയിൽ ചൂടാക്കുമ്പോൾ ഉണ്ടാകും. കറക്റ്റ്. അതേപോലെ തന്നെയാണ് ഇപ്പോ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയണം. നമ്മുടെ ശരീരത്തിൽ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ, എനർജി തീ ആണെന്ന് വിചാരിച്ചോ, ആ വിറക് നമ്മുടെ ശരീരത്തില് ഷുഗർ ആണെന്ന് വിചാരിച്ചോ. അപ്പോ ഈ വിറക് വെച്ചിട്ട് തീ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന വെണ്ണീരോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന പുകയോ ആണ് നമ്മുടെ ശരീരത്തിൽ എന്ത്? ഫ്രീ റാഡിക്കൽസ്. ഈ ഫ്രീ റാഡിക്കൽസ് വെണ്ണീരോ അല്ലെങ്കിൽ പുകയോ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കും. ഓക്കെ. പക്ഷേ നമ്മൾ LPG ഗ്യാസ് വെച്ചിട്ട് അല്ലെങ്കിൽ പെട്രോൾ വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ ഇത്രയും പുക ഉണ്ടാവോ?
അതൊരു ക്ലീൻ ഫ്യൂലാണ് അല്ലേ? ആണോ അല്ലേ? അതെ. അതേപോലെ ആലോചിച്ചാൽ മതി. നമ്മുടെ ശരീരത്തില് വിറക് പോലെയാണ് ഷുഗർ. അത് കത്തും എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അതിൽ നിന്ന് നന്നായിട്ട് ബൈ പ്രൊഡക്റ്റ് ഉണ്ടാവും, ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഭയങ്കരമായിട്ട് പുക ഉണ്ടാവും. പക്ഷെ ഫാറ്റ് കഴിക്കുന്നവർക്ക് അതിൽ നിന്നുണ്ടാകുന്ന പിന്നെ എനർജി പ്രൊഡക്ഷൻ ഒന്നുകൂടെ എഫക്റ്റീവ് ആണ്. അതിൽ നിന്നുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ പിന്നെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ മിനിമാണ്. മനസ്സിലാവുന്നുണ്ടോ? സർ ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ. സർ ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 months ആയി, സിൻസ് 2 months. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലൈഫിൽ ഇതന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഞാനൊരു 57 years ആയ ഒരു ലേഡിയാണ്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അങ്ങനെ കുറെ കാലത്തിനായിട്ട്? കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു കുഴപ്പമില്ല. സർ ആക്ച്വലി എന്റെ ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്. ഈ ഡയറ്റിന് ശേഷം എന്റെ എല്ലാ ഷുഗർ എല്ലാം നോർമലായി. എനിക്ക് ഹാഫ് ഡോസ് ഡോക്ടർ സജസ്റ്റും ചെയ്തു. മീൻസ് വളരെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ സർ എനിക്ക് ഒരു ഡൗട്ട്, ഇത് ലൈഫ് ലോങ് ഇങ്ങനെ ഇതന്നെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായും ലൈഫ് ലോങ് ഫോളോ ചെയ്യാൻ പറ്റും. പക്ഷെ അതിലാകെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സാധനം, നിങ്ങൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തായാലും നിങ്ങൾ പൊരിച്ചതോ കരിച്ചതോ ഒന്നും കഴിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻസിൽ തന്നെ നമ്മൾ അത് പറയുന്നുണ്ട്. പൊരിച്ചത് പാടില്ല, ഫ്രൈ ചെയ്തത് പാടില്ല, റിഫൈൻഡ് ഓയിൽസ് പാടില്ല. അതേപോലെ നിങ്ങൾക്ക് പിന്നെ വിറ്റമിൻ ഡി ചെക്ക് ചെയ്യാം. നിങ്ങൾ ആകെ ഇനി ചെക്ക് ചെയ്യേണ്ടത് വിറ്റമിൻ ഡി മാത്രം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊന്ന് മഗ്നീഷ്യം സപ്ലിമെന്റ്സ് എടുക്കുകയാണെങ്കിലും നല്ലതാണ്. ഇത്രയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പോകാൻ പറ്റും. വളരെ ഒന്നുകൂടെ ഒരു ഡൗട്ട് കൂടെ, ഒരു കൊളാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു തന്നിട്ടുണ്ട് വൈറ്റൽസിന്റെ. അപ്പൊ സർ അതില് ഞാൻ കഴിക്കുന്ന സമയത്ത് അത് മധുരമുണ്ട്. അത് മധുരം ഇല്ല, അത്ര പിന്നെ അതൊക്കെ നെഗ്ലിജിബിൾ ആണ്. നിങ്ങൾ പിന്നെ ഇത്രയും മാറ്റിയതിന് ശേഷം നിങ്ങൾ അങ്ങനെ കഴിക്കുന്ന, പക്ഷെ ഞാനായിട്ട് ഇപ്പൊ പറയുന്നില്ല. അതെല്ലാവരും അതൊരു കൺഫർമേഷൻ ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ ചോറൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള സാധാരണ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മളൊരു 4 മാസമൊക്കെ കഴിഞ്ഞ് തടിയൊക്കെ കുറച്ച് നമ്മൾ നല്ലൊരു രീതിയിലായി കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു ചെറിയ മധുരമൊക്കെ ഉള്ളിൽ കയറുന്നത് കൊണ്ടോ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത്രയും ഹൈ ആയിട്ട് ബൾക്കായിട്ട് ഷുഗർ ഉള്ളിൽ കയറിയതിന് ശേഷമാണ് നമുക്ക് ഈ രോഗങ്ങൾ വരാൻ തുടങ്ങിയിട്ടുള്ളത്. അത് ഇപ്പൊ ഷുഗർ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഡയറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പം ഈ ഹൈപ്പോഗ്ലൈസീമിയ പോലെ ഒക്കെ ഉണ്ടാവോ? ഷുഗർ തീരെ കുറഞ്ഞു പോവോ? നല്ല ക്വസ്റ്റ്യൻ. ഇപ്പോ ഓക്കെ, അപ്പൊ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്ന് നമ്മൾ പിന്നെ അപ്പോ ഈ ഷുഗറിന് എന്താവാൻ പറ്റുന്നില്ല? ഷുഗറിന് എനർജി ആവാൻ പറ്റുന്നില്ല. ഷുഗറിന് എനർജി ആവാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് വേറെ ചോയ്സും ഇല്ല. നമ്മൾ വേറെ കൊഴുപ്പുകളോ അല്ലെങ്കിൽ നമ്മൾ വേറെ പ്രോട്ടീൻസോ നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ടില്ല. ദഹനക്കുറവുണ്ട്, അങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ ആകെ കൊടുക്കുന്നത് ഷുഗറാണ്. ഈ ഷുഗറിനാണെങ്കിൽ എനർജി ആയിട്ട് മാറാനും പറ്റുന്നില്ല. എന്ത് കാരണം കൊണ്ട്? ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം കൊണ്ട്. അങ്ങനെ അപൂർവം ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്, തീരെ ഷുഗർ ലോ ആകുന്നത്. ഇപ്പോ ഡയറ്റ് എടുക്കുന്ന സാധാരണ ഷുഗർ 70 താഴെ ആയാല് സാധാരണ ഡയറ്റ് എടുക്കുന്നവർക്ക്, ഈ ഡയറ്റ് അല്ല സാധാരണ ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്ക് 70 താഴെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ തലകർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ ഡയറ്റ് എടുക്കുന്നവർക്ക് എനിക്ക് തോന്നുന്ന ബ്ലഡ് ഷുഗർ 40 30 ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർക്കൊരു കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരം എന്തുമേലാണ് റൺ ചെയ്യുന്നത്? ഏത് ഇലക്ട്രിസിറ്റി മേലാണ് റൺ ചെയ്യുന്നത്? മനസ്സിലാക്കിയാൽ മതി. ഹൈപ്പോഗ്ലൈസീമിയ വരുന്നത് വേറെ ഓപ്ഷൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്നില്ല. മാത്രമല്ല ഒരു പക്കത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് എനർജി ഉണ്ടാവില്ല, എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടാവില്ല. അപ്പൊ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമല്ല. ആ സമയത്ത് മാത്രം ഒരു ഇൻസ്റ്റന്റ് എനർജിക്ക് വേണ്ടി മാത്രം നമ്മളൊരു പിന്നെ തേനോ അല്ലെങ്കിൽ മധുരമൊക്കെ നാക്കുമ്പോ വെച്ചാൽ പെട്ടെന്ന് തന്നെ ബ്ലഡിലോട്ട് കയറിക്കോളും. അപ്പോൾ നല്ലോണം ഷുഗർ കൂടിയാലും കുറച്ച് എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവും.
അപ്പൊ ആ ഒരു സമയത്ത് മാത്രം, അങ്ങനെ തല കറങ്ങുന്ന സമയത്ത് മാത്രം അത് ചെയ്യാം. അല്ലാത്ത സമയം കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസും നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഈ ഹൈപ്പോഗ്ലൈസീമിക് എപ്പിസോഡ്സ് ഉണ്ടാവില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ തല കറങ്ങുന്നതോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതോ ഉണ്ടാവില്ല. സർ, ഈ ഫുഡ് കൊണ്ട് മാത്രമാണോ ഈ ഷുഗർ റേസ് ചെയ്യുന്നത്? വേറെ അല്ലാണ്ട് ഷുഗർ ബ്ലഡിൽ കൂടാറില്ല, ഇൻക്രീസ് ചെയ്യോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ടെൻഷൻ, ഇപ്പോ ഇതൊക്കെ നമ്മൾ ഇത്രയും രോഗങ്ങൾ നമ്മൾ എല്ലാ ആഴ്ചയായിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ? അതിന് ഓരോ കാരണങ്ങളും പറയാറുണ്ട്, പലതരത്തിലുള്ള ഫുഡും അത് ഇതൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് ഉണ്ടെങ്കിൽ. സ്ട്രെസ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ കൂടുതലാണ്. ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ പറയുന്നതൊന്നും കാര്യമല്ല. ഈ പറയുന്ന എല്ലാ രോഗങ്ങളും ഇതുകൊണ്ട് മാത്രം ഉണ്ടാവും. പക്ഷെ അത് മാത്രമാണ് ഒരു ഇഷ്യൂ കേട്ടോ. അതല്ലാതെ വേറെ ഷുഗർ രോഗങ്ങളോ എന്തുണ്ടെങ്കിലും അത് ഡയറ്റ് തന്നെയാണ്. ഡയറ്റ് ഫുൾ ആൻഡ് ഫുൾ ഡയറ്റ് തന്നെയാണ്. ഷുഗർ രോഗത്തിന് കാരണമാവുന്നത് ഡയറ്റ് തന്നെയാണ്. സർ, ഒരു ഡൗട്ട് ഉണ്ടേ. ഈ ഓവർനൈറ്റ് ഓട്സ് കഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമുണ്ടോ? ഇപ്പൊ എല്ലാരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോ ഇതിൽ കാണുന്നുണ്ടോ ഈ റൈസ് എന്ന് പറയുന്നതിന്റെ ഷുഗർ പെർസെന്റേജ് 80% ഈ കാണിക്കുന്നത് കാണുന്നുണ്ട് എല്ലാവർക്കും? ഗോതമ്പിന്റെ എത്രയാണ് കാണുന്നത്? 74. സോർഗം, ചോളം, പേൾ മില്ലറ്റ്, ഓട്സ് ഇതൊക്കെ ഒന്നാണ്. ഈ വൈറ്റ് റൈസും മൈദയും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള അതുകൊണ്ടാണ് ഒക്കെ അതാണ് അതൊക്കെ തന്നെ. മേ ബി 1% 2% ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും, അല്ലാതെ വലിയ കാര്യങ്ങളില്ല. സർ, ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു റീൽ കണ്ടു. നമ്മൾ ഒരു 1 ടൈം ഫുഡ് കഴിച്ചിട്ട് 23 hours ഇത് ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് അതിനെ കൊണ്ട് കാര്യമുണ്ടോ? അതിനെ കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും പറ്റിയ ഒരു കാര്യമല്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെയ്തോളൂ. എല്ലാവർക്കും അത് ഹെൽത്തി ആയിക്കൊള്ളണം എന്നുമില്ല. പിന്നുള്ള ഒരു കാര്യം, ചിലവർക്ക് വളരെ ഈസി ആയിരിക്കും ഭക്ഷണം കഴിക്കാതെ നടക്കുന്നത്, വളരെ ഈസി ആയിരിക്കും. പക്ഷെ അതും ഒരു രോഗാവസ്ഥയാണ്. ചിലപ്പോൾ അത് ഇൻഡൈജഷൻ ആയിരിക്കും, ദഹനക്കുറവായിരിക്കും. ആ ദഹനക്കുറവിൽ നിന്ന് തടി കുറയല്ല, ന്യൂട്രിയൻസ് ഉണ്ടാവില്ല, തീരെ പോഷകങ്ങൾ ഉണ്ടാവില്ല, ബോഡി ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. അപ്പോൾ തീരെ വിശക്കുന്നില്ലെങ്കിലും അതൊരു രോഗാവസ്ഥയാണ്. അത് ചെക്ക് ചെയ്യണം. അത് ദഹനക്കുറവല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. മറ്റൊരു കാര്യം, ഈ 1 meal a day എന്ന് പറയുന്നത്, ഈ 23 മണിക്കൂർ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നതും കംപ്ലീറ്റ്ലി 23 മണിക്കൂറല്ല. ഈ പറയുന്ന പോലെ 16 മണിക്കൂറൊക്കെ മാത്രമാണ് ഡ്രൈ ഫാസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം കുറച്ച് വെള്ളം കുടിക്കുമായിരിക്കും, കുറച്ച് ജ്യൂസ് കുടിക്കുമായിരിക്കും. അതിനുശേഷം ഈ വലിയൊരു മീൽ എന്ന് പറയുമല്ലോ നമ്മള്, കുറച്ച് ഓംലെറ്റ്സും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ വിഭവങ്ങളും വെച്ചിട്ടുള്ള മീറ്റ്സും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു കാര്യം മാത്രം വൺസ് എ ഡേ. മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ, ജ്യൂസോ വെള്ളമോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ മറ്റുള്ള സമയങ്ങളിൽ നടക്കുന്നുണ്ടാവും. ഈ കംപ്ലീറ്റ് ഡ്രൈ ഫാസ്റ്റ് ഒരു 14-16 മണിക്കൂർ ഉണ്ടാവും. പറഞ്ഞോളൂ. എങ്ങനെയാണ്? ചില ആളുകളില് ഷുഗർ ലെവലിൽ എത്ര കഴിച്ചാലും കൂടി വരാത്തൊരവസ്ഥയാണ്. അതെന്താ? ഷുഗർ ലെവൽ കൂടാത്ത അവസ്ഥ എനിക്കൊക്കെ അതാണ്. ഇപ്പൊ ഡയറ്റ് തുടങ്ങിയിട്ട് 5 ദിവസമായി. ആദ്യത്തെ 2-3 ദിവസത്തേക്ക് രാവിലെ ഒരു 7-8 മണി തലവേദന തുടങ്ങും. പിന്നെ ആ ഫുഡിന്റെ സമയമായി കഴിച്ചു കഴിയുമ്പോ പിന്നെ ഓക്കെ ആയി. അങ്ങനെ അപ്പൊ കുറഞ്ഞു വരുന്നുണ്ട്. അത് ആ ഒരു ലെവല് കുറഞ്ഞ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോ ചില ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അത് ഫുഡ് കഴിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്, ഫാസ്റ്റിംഗ് നടത്തുമ്പോഴും ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അത് അബ്സോർപ്ഷന്റെ ഇഷ്യൂ ആണ്, ഗ്യാസ്ട്രിക് ഇഷ്യൂ ആണ്. അതേപോലെ വിറ്റമിൻ ഡി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും പറയണതാണ്, അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അബ്സോർപ്ഷൻ ഒന്ന് നോക്കുക. ഡയറ്റീഷ്യനോട് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചോദിച്ചിട്ട് അതിനുള്ള കാര്യങ്ങളും ഒന്ന് ചെയ്യാം. ഡോക്ടർ, ഒരു സംശയം അരുൺ സാർ പറഞ്ഞോളൂ. ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ഡ്രൈ ഫാസ്റ്റിംഗ് നമ്മൾ പറയുന്നുള്ളൂ 16 hours. അതെ. അപ്പം ആക്ച്വലി ഞാനിപ്പോ 10 ദിവസമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്.
ഓക്കെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, ഇടയ്ക്ക് ഞാൻ കുടിക്കുന്നുണ്ട്. അത് പ്രോബ്ലം ഉണ്ടോ? തൊണ്ട വരൾച്ചയാണോ കാര്യം? തൊണ്ട വരണ്ടു പോകുന്നുണ്ടോ? അങ്ങനെ വരണ്ടു പോകുന്നില്ല, പക്ഷെ നമ്മൾ ഇടയ്ക്ക് എഴുന്നേൽക്കുമ്പം അതൊരു ശീലമായിരുന്നു എനിക്ക് രാത്രി വെള്ളം കുടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് അത് ശീലങ്ങളാണ്. ശീലങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുള്ളൂ. കുറച്ച് ദിവസങ്ങൾ നമ്മൾ മാറ്റിയെടുത്താല് ശീലങ്ങൾ മാറും. പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹം നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ, മിക്കവാറും ദാഹം എന്ന് പറയുന്നത് എപ്പോഴും വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ദാഹങ്ങളല്ല. ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, സോഡിയം, പൊട്ടാഷ്യം, മഗ്നീഷ്യം, കാൽഷ്യം, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് ഈ ORS ഒരു 20 രൂപയുടെ ORS 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിക്കാം. 4 ദിവസത്തേക്കോ അല്ലെങ്കിൽ 4 ദിവസത്തേക്കോ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ്സ് പെട്ടെന്ന് ബാലൻസ് ആവും. ഈ ദാഹം നിങ്ങൾക്ക് കൺട്രോൾ 4 ദിവസം അല്ലേ? ഒരു 4 ദിവസം അങ്ങനെ കുടിച്ചാൽ മതി. അതുപോലെ വേറെ സംശയം ചോദിക്കട്ടെ, നമ്മൾ ഈ ഫാറ്റും പ്രോട്ടീനും മാത്രമല്ല കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫാറ്റും പ്രോട്ടീനും മാത്രമല്ല കഴിക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ നമ്മുടെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ചുകൂടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യം നന്നായിട്ട് നമുക്ക് വെജിറ്റബിൾസും കൂട്ടി കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വെജിറ്റബിൾസിലും ഒരു 20% 30% കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പക്ഷെ അത് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഫോമിലാണ്. നിങ്ങൾക്ക് അത്രയും ധാന്യങ്ങൾ കഴിക്കുന്ന അത്രയും എഫക്റ്റ് വരില്ല. മാത്രമല്ല ഇതിൽ നന്നായിട്ട് സോളിബിൾ ഫൈബേഴ്സ് ഉണ്ട്, നന്നായിട്ട് മറ്റുള്ള മിനറൽസും വിറ്റമിൻസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളില്ല. സാർ ഒരു സംശയം ചോദിച്ചോട്ടെ. എനിക്ക് 66 വയസ്സുണ്ട്. ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഒരു 25 ദിവസമൊക്കെ ആയി. അപ്പൊ ഡയറ്റ് തുടങ്ങുന്നതിന് മുമ്പ് 83 കിലോ ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായ ഒരു കുറവ് ഇപ്പൊ വന്നിട്ടില്ല. മാഡമിന് വിശപ്പ് കുറവാണോ? വിശപ്പൊക്കെ ഉണ്ട്. വൈകുന്നേരത്തെ ഫുഡ്, രാത്രിത്തെ ഫുഡ് ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല. വല്ല ചെറിയ പഴങ്ങളോ അങ്ങനെ മാത്രമേ കഴിക്കാറുള്ളൂ. ഓക്കെ മാഡം, അങ്ങനെയാണെങ്കിൽ ഒന്ന് ബേക്കിംഗ് സോഡ ടെസ്റ്റ് ഒന്ന് ചോദിക്കുക. ഡയറ്റീഷ്യനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ കിട്ടും കേട്ടോ. അല്ല, ബേക്കിംഗ് സോഡ ടെസ്റ്റ് കഴിച്ചു, വന്നിട്ട് ആപ്പിൾ സിഡർ വിനെഗർ കഴിച്ചിട്ട് എല്ലാ ദിവസവും കഴിക്കണില്ല എന്ന് മാത്രം. ആപ്പിൾ സിഡർ വിനെഗർ കുടിക്കേണ്ട ആവശ്യം വരുന്നുണ്ടെങ്കിൽ അതെല്ലാ ആഹാരത്തിനും കുടിക്കണം. കാരണം കാര്യം ദഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് കുടിക്കുന്നത്. അത് എല്ലാ നേരവും കുടിക്കണം, ഒരു ദിവസം വിട്ടിട്ട് പോലും അല്ല. അപ്പൊ നമ്മൾ ഓരോ നേരവും നമ്മൾ അത് കുടിക്കണം. അവിടെ കുടിച്ചില്ലെങ്കിൽ നമുക്ക് ദഹനക്കുറവ് ഉണ്ടാകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങള് ദഹിച്ചില്ലെങ്കിൽ പലപ്പോഴും അത് വീണ്ടും ഇൻഫെക്ഷൻ ആയി മാറും. വെയിറ്റ് കുറയാൻ ടൈം എടുക്കും. കുഴപ്പമില്ല മാഡം, എന്തായാലും അത് ചെയ്ത് വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. എല്ലാ ഫുഡിന് ശേഷമാണോ? ഫുഡിന് മുന്നെയാണ്, തൊട്ട് മുന്നെയാണ്. പറഞ്ഞോളൂ പറഞ്ഞോളൂ മാഡം. സാർ, ഞാൻ ഡയറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 4 മാസമായി. ഷുഗർ 350 ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അത് കുറഞ്ഞ് 160 ആയി. പക്ഷെ ഇപ്പൊ വീണ്ടും കൂടി 250 വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷുഗർ ഇപ്പൊ കൂടുതലാണ് സാർ. അപ്പൊ ഗുളിക കഴിക്കണോ, എന്താ ചെയ്യേണ്ടതെന്ന്? വെയിറ്റ് എത്ര കുറഞ്ഞോ? വെയിറ്റ് 62 ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ 57 ആയി. ഹൈറ്റ് എത്ര ഉണ്ട്? ഹൈറ്റ് 5.2 അങ്ങനെ ഉണ്ട്. 5.2 അല്ലേ? ഇപ്പോ ഷുഗർ ഉള്ളവർ ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ കുറച്ച് ഹൈ ആയിരിക്കും. അത് കണ്ട് പേടിക്കണ്ട കേട്ടോ. അപ്പോ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൽ നിന്ന് ഉണ്ടായ കൊഴുപ്പാണല്ലോ ഇത്. കൊഴുപ്പ് തന്നെ നമ്മള് സാധാരണ പറയുമ്പോൾ അത് ഉരുകി പോവാണെന്ന് പറയും അല്ലെ? പക്ഷെ ശരിക്കും അത് നടക്കുന്നതെന്ന് വെച്ചാൽ ശരീരത്തില് ഈ കൊഴുപ്പ് തന്നെ വീണ്ടും ഷുഗറായി മാറും. എന്നിട്ട് ശരീരം ഇത് പിടിച്ച് എനർജി ആക്കിയിട്ട് കളയുന്നതാണ്. അപ്പോ നിങ്ങൾ ഗുളിക കഴിക്കുന്നത് ഓക്കെയാണ്. അതൊന്ന് റെഗുലേറ്റ് ചെയ്യും. ഇതിലോട്ട് മാറുന്നത്, ഫാറ്റിൽ നിന്ന് ഷുഗറിലോട്ട് മാറുന്നത് ഒന്ന് റെഗുലേറ്റ് ചെയ്യും. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അറ്റ്ലീസ്റ്റ് കോഡ് ലിവർ ഓയിലെങ്കിലും കഴിച്ചാൽ മതിയാവും. എന്തുകൊണ്ടാണ്
എങ്ങനെയാണ്? എന്റെ വെയിറ്റ് ഫസ്റ്റ് സെക്കൻഡ് മന്ത് ആണ് ഇപ്പത്തെ ഡയറ്റ് ചലിക്കുന്നത്. ഫസ്റ്റ് മന്തിൽ പെട്ടെന്ന് തന്നെ ഒരു 10 കിലോയോളം കുറഞ്ഞു. ഞാൻ 85 കിലോ ഉണ്ടായിരുന്നു. ലാസ്റ്റ് നോക്കിയപ്പോ 74-73 കിലോയാണ്. അത് കഴിഞ്ഞ് പിന്നെ തൊട്ട് എന്റെ വെയിറ്റ് കുറയുന്നില്ല. മീൻസ് 71, 72, 70 ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം വിചാരിക്കും ഇനി മുതൽ ഇങ്ങനെയാണ് കഴിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പൊ നമ്മൾ അതിനൊന്ന് ബൂസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനും ഫാസ്റ്റിംഗ് എടുക്കുന്ന നേരത്ത്, ഇപ്പൊ നിങ്ങൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാൻ നേരത്തുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റിന് തൊട്ട് മുന്നേ കുറച്ച് ഒന്ന് ലൈവ്ലി ആയിട്ടുള്ള ഒരു എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ, ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഒന്നും കൂടി മെറ്റബോളിസം കൂട്ടാൻ സഹായിക്കും. പിന്നെ ആപ്പിൾ വിനെഗർ കുടിക്കുകയാണെങ്കിലും മെറ്റബോളിസം ഒന്നും കൂടി കൂട്ടാൻ സഹായിക്കും കേട്ടോ. പഞ്ചസാരയും ശർക്കരയും തമ്മിലുള്ള ഡിഫറൻസ്? ഒരു ഡിഫറൻസും ഇല്ല. പിന്നെന്താ രാവിലെ അപ്പൊ ആ കഷായം കുടിക്കുമ്പോ അതിലൊരു ശർക്കരയുടെ പൊടി ഇട്ടോളാൻ പറയണ? ഞാന് പറഞ്ഞിട്ടുണ്ടാവില്ല, ചിലപ്പോ അത് ഡയറ്റീഷ്യൻ ഒരു ടിപ്പായിരിക്കും. ഞാൻ തീരെ ശർക്കര ഒന്നും പറയാറില്ല. ഉണ്ട്. അപ്പൊ അത് കഴിക്കണ്ടല്ലേ? അങ്ങനെ കഴിക്കും. തേനാണെങ്കിലോ? ഏതാണ്? തേന് നല്ലതാണ്. നോക്കിയ തേനില് നല്ല ഔഷധ ഗുണങ്ങളും പല പിന്നെ മെഡിസിനൽ പ്രോപ്പർട്ടീസും ഉള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പൊ അത് വേണ്ട. ഇപ്പൊ നമ്മള് എയിം ചെയ്യുന്ന ഒരു കാര്യത്തിന് അത് ഇടയില് ബ്രേക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനം വേണ്ട കേട്ടോ. പിന്നെ നമ്മൾക്ക് പ്ലംസ് ഒക്കെ പോലത്തെ ഫ്രൂട്ട്സ് കഴിക്കാൻ പോകും? ഇല്ല, ഇപ്പൊ വേണ്ട. ഇപ്പൊ നമ്മള് സ്ട്രിക്റ്റ് ആയിട്ട് ഈ ഒരു കാര്യം തന്നെ മതി. നമ്മള് ഇപ്പൊ ഈ ഡയറ്റിൽ തന്നിട്ടുള്ള ഫ്രൂട്ട്സ് മതി. ഡോക്ടർ ഈന്തപ്പഴം ഉപയോഗിക്കാവോ? ഏതാണ്? ഈന്തപ്പഴമൊക്കെ നല്ലതാണ്, അതാണ് പറയുന്നത്. അതിലൊക്കെ നല്ല പിന്നെ ഔഷധ ഗുണങ്ങളുള്ള നല്ല പിന്നെ വിറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. പക്ഷെ പറ്റുന്നിടത്തോളം ഇപ്പൊ ഈ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2 months 3 months അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ശരീരത്തിന് ശരിക്കും പറഞ്ഞാല് ഈ ഷുഗർ എന്ന് പറയുന്നത് ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആണ്. നമ്മൾ ഒരു കഞ്ചാവ് എടുക്കുന്ന പോലെ, കൊക്കൈൻ എടുക്കുന്ന പോലെ, കള്ളു കുടിക്കുന്ന പോലെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും അതിനോടുള്ള ക്രേവിങ്സും അതിനോടൊരു ഡിറ്റാച്ച്മെന്റും വരാൻ വേണ്ടിയിട്ടാണ് തീരെ മധുരങ്ങള് ഒന്നും അതുപോലെ ഡോക്ടറെ, നമ്മൾ ശർക്കര കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? അത് കൊടുത്തോണ്ട് കാര്യമൊന്നുമില്ല, വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് അതാണ്, കുട്ടികൾക്ക് എനർജി ഉണ്ടാവും, ഓടി ചാടി കളിക്കാനൊക്കെ എനർജി ഉണ്ടാവും. പക്ഷെ അത് കൊടുക്കുന്നോണ്ട് ഒരു കാര്യമല്ല. നമ്മൾ കുട്ടികൾക്ക് മധുരത്തിന് നമുക്ക് ഹണി യൂസ് ചെയ്യാം. പക്ഷെ കുട്ടികൾക്ക് അത് മധുരം എന്ന് പറയുന്നത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാർ, മോളാണ് ഡയറ്റ് എടുക്കുന്നത്. നടക്കാൻ കഴിയാത്ത മോളാണ്. 33 വയസ്സായി. വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ 2 മാസമായി. അതിന് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഊരക്ക് നല്ല വെയിറ്റ് ആണ് സാർ. ഇരിക്കുന്നത് കൊണ്ടാവും വീൽ ചെയറില്. അപ്പൊ ഇനി എന്താ 2 മാസമായിട്ട് നിർത്തണോ അതോ എന്താ ചെയ്യണെന്ന് സാറ് ചോദിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഇല്ല, നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ അത് സ്വയം അങ്ങനെ കണ്ടിന്യൂ ചെയ്തോ, നല്ലതാണ്. അതെ. ശരീരത്തിന് എന്തായാലും പിന്നെ ചെയറിലായതുകൊണ്ട് കുറച്ചുകൂടെ ടൈം എടുക്കും ആൾക്ക് റിസൾട്ട് കിട്ടാൻ. പക്ഷെ എന്തായാലും കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഡോക്ടർ, ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ സാർ. ഡോക്ടറെ, പിന്നെ ഇപ്പൊ എനിക്ക് 25 ദിവസമായി ഡയറ്റ് ഫോളോ ചെയ്തിട്ട്. അപ്പൊ 11 കിലോ കുറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ എനിക്കൊരു വൈറൽ ഫീവർ, അതായത് ലൂസ് മോഷൻ, ഛർദിൽ ഇപ്പൊ എല്ലാം സ്പ്രെഡ് ആവുന്നത് പിടിച്ചു. ഇച്ചിരി കൂടുതലായി ഡ്രിപ്പ് ഇടേണ്ടി വന്നു, ഒരു കുറെ ബോട്ടിൽ ഡീഹൈഡ്രേഷൻ ഒന്നുണ്ടായിട്ട്. അപ്പൊ നമ്മളിപ്പോ എന്ത് ഫുഡ് ഫോളോ ചെയ്യണം? എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. സാർ, ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഈ ഫുഡ് തന്നെയാണ് ഏറ്റവും നല്ല ഫുഡ്. സാധാരണ എനിക്ക് എപ്പോഴും വരുന്ന ഒരു കോളാണ് ഇത്. എനിക്ക് പനി വന്നുകൊണ്ട് ഞാൻ ഫോളോ ചെയ്തില്ല എന്നുള്ളത്. പക്ഷെ പനി വന്നാലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈപ്പാണ് ഇത്. തൈരൊക്കെ കഴിക്കാം. പക്ഷെ നന്നായിട്ട് ഈ പിന്നെ പ്രോട്ടീൻസ് കഴിക്കുന്ന സമയത്ത് നന്നായി ചവച്ചരച്ച് ടൈം എടുത്തിട്ട് കഴിക്കാം. മാത്രമല്ല നന്നായിട്ട് ചെറുനാരങ്ങൊക്കെ പിഴിയാം. വിറ്റമിൻ ഡി ഒന്ന് നോക്കുക കേട്ടോ. വിറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനുള്ള ക്യാപ്സ്യൂൾസ് ഡയറ്റീഷ്യനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അതൊന്ന് കഴിക്കാം. പറ്റുന്നിടത്തോളം പറയുന്നതൊക്കെ സൂപ്പായിട്ട് കുടിക്കാം. അപ്പൊ അതൊക്കെ അല്ലെങ്കിൽ നന്നായി ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാനും പിന്നെ അബ്സോർപ്ഷനും ഒക്കെ കുറച്ചുകൂടെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ സൂപ്പായി ഉടച്ച് ഒരു പരുവത്തിലാക്കിയിട്ട് കുടിക്കും.
ശരീരത്തില് വാട്ടർ ലെവല് കൂട്ടാൻ വേണ്ടിയിട്ട്. വാട്ടർ ലെവല് എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഡെലിവറിക്ക് ശേഷം ഡെലിവറി ആവുന്ന സമയത്ത് അവർ പറഞ്ഞു ഭയങ്കര വാട്ടർ ലെവൽ കുറവാണെന്ന് പറഞ്ഞു. സോ അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ച് നോർമലായി. പക്ഷെ ഇപ്പോഴും ബോഡിയിലുള്ള വെയിറ്റിനനുസരിച്ചിട്ടുള്ള ഒരു വാട്ടർ ലെവല് ബോഡിയിൽ ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ ORS ഒരു 4 ദിവസം നിങ്ങൾ കുടിക്കുക കേട്ടോ. 20 രൂപയുടെ ORS വാങ്ങിയിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡെയിലി കുടിക്കുക. പിന്നെ എന്നും ഈ കുടിക്കുന്ന പോലെ 2 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതിയാകും. പിന്നെ കുടിക്കാതെ കുറച്ച് അരി കുടിക്കുക. അബ്സോർപ്ഷൻ നടത്തോളൂ, ശരീരം നന്നായിട്ട് അത് എടുത്തോളൂ. ഹലോ, അപ്പൊ എനിക്ക് ഫുഡ് ഇപ്പൊ ഞാൻ നോമ്പ് മുറിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ? അല്ല അതിനുശേഷം വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സോ കാര്യങ്ങളോ കഴിക്കാൻ പാടുണ്ടോ? നിങ്ങൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഈന്തപ്പഴം, അതേപോലെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ഒരു വെള്ളം കുടിക്കുക. കുറച്ച് ടൈം എടുത്തതിന് ശേഷം കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക. കുറച്ചുകൂടെ ടൈം എടുത്തതിന് ശേഷം ഡൈജഷൻ നന്നായിട്ട് നടക്കുന്ന ഉറപ്പുള്ളപ്പോൾ ഏതെങ്കിലും ഒരു മീൽ എടുത്താൽ മതിയാവും. ഈ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് മഗ്നീഷ്യം എടുക്കണം. മഗ്നീഷ്യം എടുക്കുന്നത് നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. കാരണം മഗ്നീഷ്യവും വിറ്റമിൻ ഡിയും അബ്സോർപ്ഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സർ, ഈ മഗ്നീഷ്യം എത്ര മന്ത് എടുക്കണം സർ മഗ്നീഷ്യം കഴിക്കുമ്പോൾ? ഞാൻ റെഗുലർ ആയിട്ട് നോക്കി, ഞാൻ വെയിൽ കൊള്ളാറില്ല. എനിക്ക് എൻ്റെ ജോലി അങ്ങനെ ആയിപ്പോയി. അപ്പൊ ഞാൻ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് കഴിക്കുന്നുണ്ട്, വിറ്റമിൻ സി കഴിക്കുന്നുണ്ട്, അതേപോലെ കോഡ് ലിവർ ഓയിൽ കഴിക്കുന്നുണ്ട്, വിറ്റമിൻ ഡി എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ റെഗുലർ ആയിട്ട് കഴിക്കുകയാണ്. അത് ഓക്കെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ റെഗുലർ ആയിട്ട് കഴിക്കുന്ന ഒരു സാധനമല്ലേ. നമ്മൾ ഇന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ നാളെ കഴിക്കാതിരിക്കില്ലല്ലോ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാണ്? പോഷകങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? വിറ്റമിൻസും മിനറൽസും നല്ല പ്രോട്ടീൻസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കഴിക്കുന്നത് ഭക്ഷണം. നമ്മള് മഗ്നീഷ്യം കഴിക്കണോ നമ്മൾ എങ്ങനെ അറിയാം? മഗ്നീഷ്യം കഴിക്കണോന്ന് അറിയലൊന്നും ബോഡി എന്തെങ്കിലും കാണിക്കോ? എന്തെങ്കിലും നീഡ്? അങ്ങനെ നീഡായിട്ട് കാണിക്കുന്നത് ക്ഷീണം ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ടും നിങ്ങൾക്ക് തടി കുറയാതിരിക്കാം, ഉണ്ടാവാം, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്നിട്ടും ഉറക്കം ഇല്ലാത്ത പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചില സമയത്ത് എപ്പോഴും ഉറക്കായിരിക്കാം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്. അപ്പൊ 2 ആഴ്ചക്ക് ശേഷം ഡോക്ടർ പിന്നെ ഫ്ലൂയിഡ് കുറവാണെങ്കിൽ കുറച്ച് മെഡിസിൻ തന്ന് ജോയിന്റ് എന്തോ ഒരു ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യാന്ന്. അതൊക്കെ അതിന് പകരം നമുക്ക് ഇതില് ഫുഡ് കൊണ്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. നിങ്ങൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് മാത്രമുള്ള എക്സസൈസ്, സ്പെസിഫിക് എക്സസൈസ് അവരോട് ചോദിക്കുക, കഴിക്കുക. ഗ്ലൂക്കോസ്, വിറ്റമിൻ ഡി, മഗ്നീഷ്യം, കോഡ് ലിവർ ഓയിൽ, അത് മാത്രം കഴിക്കുക കേട്ടോ. എനിക്ക് 56 വയസ്സുണ്ട്. എനിക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എനിക്ക് ഡോക്ടർ ഇപ്പം പറഞ്ഞ പോലെ ഉറക്കക്കുറവുണ്ട്, വെയിറ്റ് ലോസ് ആകുന്നില്ല. ഇപ്പം ഞാൻ 26 ദിവസമായി തുടങ്ങിയിട്ട്, പക്ഷെ 2 കിലോ എനിക്ക് ഇതുവരെ കുറഞ്ഞിട്ടുള്ളൂ. പിന്നെ എനിക്കിപ്പം ഈ ഗ്യാസ് വല്ലതും വെച്ചിട്ടൊന്ന് ആ മുറിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാല് അത് പെട്ടെന്ന് അത് മറന്നുപോകും. ആ ഗ്യാസെ വെച്ചിരിക്കുന്ന ഇപ്പം വെള്ളം വല്ലതും വെച്ചാല് അതങ്ങ് മറന്നുപോകും. ഇപ്പൊ എനിക്ക് മഗ്നീഷ്യം കഴിക്കണം. മാഡം പിന്നെ ബേക്കിംഗ് സോഡ ടെസ്റ്റ് ചെയ്യുക. അത് ചെയ്തു ഡോക്ടർ. അപ്പൊ ആപ്പിൾ സിഡർ വിനാഗിരി അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല മഗ്നീഷ്യത്തിന്റെ അതിന്റെ പൊടിയാണോ സപ്ലിമെന്റ് എന്ന് പറയുന്നത്? അതിന്റെ ടാബ്ലറ്റ് ഫോമിൽ, ക്യാപ്സ്യൂൾ ഫോമിലൊക്കെ കിട്ടുമല്ലോ. ഡോക്ടർ അതിന്റെ പേരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അത് ഡയറ്റീഷ്യനോട് ചോദിച്ചാൽ അവര് ലിങ്ക് ഇട്ട് തരും കേട്ടോ. ഓൺലൈനായിട്ട് പല കമ്പനികളും ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, അവര് ലിങ്ക് ഇട്ട് തരും. സമയമായി. പിന്നെ സ്റ്റാഫുകളും അവിടെ ഇരിക്കുന്നുണ്ട്, അപ്പൊ അവർക്കും വീട്ടിൽ പോകണം, അതുകൊണ്ടാണ്. സോറി. താങ്ക് യു എവ്രി വൺ, ഇത്രയും നേരം ചെലവഴിച്ചതിനും നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻട്രസ്റ്റ് കാണിക്കുന്നതിനും നല്ല സന്തോഷമുണ്ട്. നല്ല ചോദ്യങ്ങൾ ചോദിച്ചതിനും. ഇനിയും ആർക്കെങ്കിലും ഞാൻ ഡൗട്ടുകൾക്ക് ഉത്തരം നൽകാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഡയറ്റീഷ്യനോട് ഒരു വോയിസ് നോട്ട് അയച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ മറ്റ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് അതിന് ഉത്തരം നൽകുന്നതാണ്. താങ്ക് യു എവ്രി വൺ. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. അടുത്ത ആഴ്ച നമുക്ക് കാണാം.
ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ.